ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ നമുക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ അഥവാ ലബോറട്ടറി അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി 4. അപ്പോൾ നിലവിൽ അപേക്ഷ സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മളൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താണ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 മൃഗസംരക്ഷണ വകുപ്പ് തസ്തികയിലേക്കാണ് എന്തിരിക്കുന്നത്, അപേക്ഷ വിളിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഇപ്പോൾ 18 വയസ്സുള്ള കുട്ടികൾ, അതായത് PSCയിൽ രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിലൂടെ വേണം ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. എന്താണ്, ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പ്രൊഫൈലിലൂടെ വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ. ഈ ഒരു അപേക്ഷ മാത്രമല്ല, PSCയുടെ ഇനി വരാനിരിക്കുന്ന എല്ലാ അപേക്ഷയും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രൊഫൈലിലൂടെ വേണം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ. അപ്പോൾ ആദ്യം തന്നെ PSC രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി അത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ എറേഴ്സ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കറക്റ്റായിട്ട് വേണം ശ്രദ്ധിക്കാൻ. അതുപോലെ നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആധാറുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ പിന്നീട് ഒതൻറ്റിക്കേഷന് കാര്യത്തിനൊക്കെ ഈ ആധാർ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഐഡൻറ്റിഫിക്കേഷനിൽ നമ്മൾ എന്ത് കൊടുക്കുക, നമ്മുടെ ആധാർ കൊടുത്ത് വേണം രജിസ്റ്റർ ചെയ്യാൻ. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പം നിലവിൽ 2 ജില്ലയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, വയനാടും കാസർഗോഡും. അപ്പോൾ ചിലരെന്ത് ചെയ്യും, 2 ജില്ലയിലേക്ക് അപേക്ഷിക്കുക. അങ്ങനെ ചെയ്യരുത്. ഒരു ജില്ലയിൽ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. 2 ജില്ലയിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒന്നിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ എന്ന് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ. ഒന്നിലധികം ജില്ലകളിലേക്ക് അപേക്ഷിച്ചാൽ അപേക്ഷ നിരസിക്കുകയും അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു മുന്നറിയിപ്പ് PSC തന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ അത് പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനിയോ, ഫോട്ടോയിൽ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതി വ്യക്തമായി രേഖപ്പെടുത്തുന്നത്. അത് നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ ഡാറ്റ, അതായത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഫോട്ടോ, നമ്മുടെ സൈന് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിലെന്ത് വേണം, അത് ഫോട്ടോ എടുത്ത തീയതിയും അതുപോലെ പേരും കൃത്യമായിട്ട്, നമ്മുടെ ഫുൾ നെയിം എന്താണോ അത് കൃത്യമായിട്ട് അതിൽ പ്രതിപാദിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ 10 വർഷം വരെ കാലാവധിയുണ്ട് കേട്ടോ. അതുപോലെ ലേറ്റസ്റ്റ് ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടതും. ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 ആണ് മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. അതിൻ്റെ കൂടെ എന്തുകൂടി വേണം, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല നടത്തുന്ന ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്സ് പാസ്സായിരിക്കുകയും വേണമെന്ന് കൃത്യമായിട്ട് നമ്മുടെ യോഗ്യതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതൊക്കെ ഡാറ്റാസ് അപ്ലോഡ് ചെയ്യണം. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പോൾ അത് കാലാവധി മീൻസ് അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ ഡ്യൂറേഷൻ നോക്കുന്നത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതുപോലെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിളവുകൾ നൽകുന്നുണ്ട്. അപ്പം ഒന്നുകൂടി ഓർക്കുക, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി 4 നിലവിലിപ്പോൾ 2 ഒഴിവുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു കാറ്റഗറി വൈസ് നമുക്ക് അതിനൊരു കാലാവധി ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന വേക്കൻസിയിലൊക്കെ ഈ ഒരു റാങ്ക് ലിസ്റ്റിനായിരിക്കും ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 വേക്കൻസി ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപേക്ഷ സമർപ്പിക്കാതിരിക്കരുത്. എല്ലാ എക്സാംസും നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ചുള്ള എല്ലാ എക്സാംസുകളും PSC എക്സാംസുകൾ എഴുതുക. കാരണം എന്താണ്, നമുക്ക് ഈ ഒരു ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അതിനുവേണ്ടി നമ്മൾ കഠിന പ്രയത്നം ചെയ്തേ പറ്റൂ. എന്നിരുന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോബ് അച്ചീവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശമ്പള സ്കെയിൽ നോക്കിയാൽ എത്രയാണ്, 27,900 മുതൽ 63,700 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മെനക്കെട്ടാൽ മതി. നല്ല രീതിയിൽ തന്നെ മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ജോബ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് മറക്കാതിരിക്കുക. പിന്നെയോ, ഒരു ജില്ലയിൽ നിയമനം ലഭിച്ചാൽ 5 വർഷം തുടർച്ചയായി സേവനം പൂർത്തിയാക്കാതെ മറ്റൊരു ജില്ലയിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പം ചിലർ എന്ത് ചെയ്യും, അടുത്തുള്ള ജില്ല ഇപ്പോൾ കാസർഗോഡ് ആണെങ്കിൽ പോലും വയനാട് പോയി അപ്ലൈ ചെയ്യും അല്ലേ? പിന്നെ വയനാട്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പിന്നത്തെ പ്രയത്നം അതായിരിക്കും.
അപ്പം നോക്കി ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം വേണം ജില്ല സമർപ്പിക്കാൻ. അതുപോലെ നിലവിൽ ഇതേ തസ്തികയിൽ സർക്കാർ സർവീസിൽ ഏതെങ്കിലും ജില്ലയിൽ ജോലി ചെയ്യുന്നവർ ഈ തസ്തികയിലേക്ക് വീണ്ടും അപേക്ഷിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കാറ്റഗറി നമ്പർ 773/2025 ഏതാണ്? മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലാണ് ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2, ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ വയനാട് ജില്ലയിലും ഒരു വേക്കൻസിയും കാസർഗോഡ് ജില്ലയിൽ ഒരു വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടിയല്ലോ. അപ്പോൾ ഇനി മടിച്ചു നിൽക്കാതെ പെട്ടെന്ന് പോയിട്ട് തന്നെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. എന്നിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ തയ്യാറെടുപ്പുകൾ തുടരുക. കാരണം നമുക്ക് എക്സാം ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 4/2/2026. മറക്കാതിരിക്കുക. ഈ ഒരു അപേക്ഷയ്ക്ക് ഏറ്റവും ആപ്റ്റായ കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാതിരിക്കരുത്. ഇത് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് PSC ഒരുക്കി തരുന്നത്. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.